എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അച്ചപ്പമാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചപ്പമാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 6 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനൊരു 10 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാനതിൽ തേങ്ങയുടെ 1/4 പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 2.5 കിലോ അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ 2.5 കിലോ പൊടി ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1 കപ്പോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 10 രൂപയുടെ പാക്കറ്റ് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം എള്ള് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാത്രം വെച്ച് ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് തവിടെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 ലിറ്ററോളം തവിടെണ്ണ ഞാൻ അവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അച്ചും കൂടി ഒന്ന് മുക്കി വെച്ച് കൊടുത്തേക്കുന്നതാണ്. അച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് പൊടിയിലൊന്ന് മുക്കിയിട്ട് ഇത് എണ്ണയിലോട്ട് കാണിച്ചു കൊടുക്കാവുന്നതാണ്. തളന്ന് കുറഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അച്ച് അതിൽ നിന്ന് വിടിയിച്ച് നിന്ന് കൊടുക്കണം. പിന്നെ നമുക്ക് എണ്ണയിൽ തന്നെ മുക്കി വെച്ച് കൊടുത്ത് അച്ചൊന്ന് ചൂടാക്കി എടുക്കണം. അച്ച് ചൂടായതിന് ശേഷം നമുക്ക് വീണ്ടും പൊടിയിൽ മുക്കി ഇതേപോലെ തന്നെ ആവർത്തിക്കാവുന്നതാണ്. അച്ചിലുള്ള എണ്ണയൊക്കെ ഒന്ന് കുടഞ്ഞിട്ടതിന് ശേഷമാണ് പൊടിയിൽ നിന്ന് മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പൊടിയും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാവുന്നതാണ്. ഇതൊന്നും മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റി കൊടുക്കുകയാണിത്. ഇതേപോലെ ഈ കളറാവുന്നത് വരെ നമുക്കിതെല്ലാം മൊരിയിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അച്ചപ്പമാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണുന്നതുവരേക്കും ഗുഡ് ബൈ.